ദുഃഖിച്ചിരിക്കുമ്പോ റസൂലുള്ളവരെ ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചാന്റെ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ആ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഒരാൾക്ക് മരണമില്ലാതിരുന്നെങ്കിൽ ഈ ലോകത്തൊരാൾക്ക് ശാശ്വതമായ ജീവിതമുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചാന്റെ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരായ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ ആ നബിതങ്ങളായിരുന്നേനെ. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ വരെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആ നബിതങ്ങൾ സക്കറാത്തുൽ മൗത്തിനെ കുറിച്ച് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സക്കറാത്തുൽ മൗത്ത്. ഏറ്റവും ഈ ലോകത്തിന്റെ ഉത്കൃഷ്ട നായകൻ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചതെന്താ? ഏറ്റവും മുതലമായ രീതിയിലല്ലേ മുത്തുനബിയുടെ റൂഹിനെ പിടിച്ചത്. ആ നബിതങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹ് എന്റെ സക്കറാത്തൊന്ന് എളുപ്പമാക്കി തരണേ, വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ എളുപ്പത്തിൽ എന്റെ റൂഹിനെ പിടിക്കണേ എന്ന് പ്രാർത്ഥിച്ച നബിതങ്ങള്. ആ നബിതങ്ങൾ പറഞ്ഞു, ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. റസൂലുള്ളവരെ മരണത്തിന്റെ വേദന അനുഭവിച്ചെങ്കിൽ സാന്ദർഭികമായി പറഞ്ഞു വന്നതാ പവിത്രമായ ദുൽഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ അല്ലാഹുവിലേക്ക് നമ്മൾ കർമ്മം കൊണ്ട് ധന്യമാക്കിയാൽ ആത്മാവ് പഠിപ്പിക്കുകയാണ്, റസൂലുള്ളവരെ സക്കറാത്തിന്റെ വേദന അനുഭവിച്ച ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാ. ആ മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന റൂഹിനെ പിടിക്കുമ്പോ നമുക്ക് എളുപ്പത്തിൽ കലിമ ചൊല്ലി മരിക്കാൻ പറ്റണമെങ്കിൽ പവിത്രമായ ദിവസങ്ങളെ ബഹുമാനിക്കണേ. അതാണ് മജ്ലിസുൻ നൂറിന്റെ അവസാനമായി നമ്മൾ പറയുന്നത്, യസ്സിറുൽ സക്കറാത്തില്ലാ തുമീതു ദീനൽ മുൻസിയാ കമൽ യഖീൽ ഹവിയാ ഖിനി ദവാമൻ യാ അല്ലാഹ്. സക്കറാത്തുൽ മൗത്ത് എളുപ്പമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൗത്തത് കൂട്ടിടും ഇബ്ലിസ് കൂസിനെ കാട്ടിടും, നേരല്ലവൻ അട്ടുവാൻ മദിരീകളാൽ തുണർപ്പന. അല്ലാഹു നമ്മുടെ സക്കറാത്തിന്റെ വേദന എളുപ്പത്തിലാക്കി തരട്ടെ. മഹാന്മാർ പറയുന്നു, തസ്ഈലു ബിസക്കറാത്തി, ദുൽഹജ്ജിന്റെ 10 ദിനരാത്രങ്ങളെ ബഹുമാനിച്ചാൽ മരിക്കുമ്പോ എളുപ്പത്തിൽ കലിമ ചൊല്ലി മരിക്കാൻ പറ്റും. പടച്ച തമ്പുരാൻ ഈ സദസ്സിന്റെ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ മരണം അന്ത്യം നീ നന്നാക്കി തരണേ